ഓം ശ്രീ ഗുരുഭ്യോ നമ. ദേവീഭാവസമയത്ത് സംഗീതജ്ഞനായ 90 വയസ്സ് കഴിഞ്ഞ ഒരു ഭക്തൻ അമ്മയോട് ചോദിച്ചു, ഞാൻ അമ്മച്ചി കുഞ്ഞിനെ വയലിൻ പഠിപ്പിച്ചു കൊള്ളട്ടെ? അമ്മ സമ്മതിച്ചു. വലിയ വയറുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഗണപതി സ്വാമി എന്നാണ് എല്ലാവരും വിളിക്കാറ്. ഏതായാലും അമ്മയെ പഠിപ്പിക്കുന്ന ആ ലീല അങ്ങനെ കുറെ കാലം തുടർന്നു. ഒരിക്കൽ, അതായത് 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സരസ്വതീ ദേവിയെ വീണ പഠിപ്പിക്കാൻ വന്നതുപോലെയായി എൻ്റെ അവസ്ഥ. പക്ഷേ അമ്മ അദ്ദേഹം വരാതിരുന്നപ്പോൾ ആള് വിളിച്ചു വരുത്തിച്ചു. എന്നിട്ട് തിരക്കി, വയലിൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി? അദ്ദേഹം വയലിൻ വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ സമാധിസ്ഥയാകും. പിന്നെ 5-8 മണിക്കൂർ കഴിഞ്ഞേ കണ്ണു തുറക്കുകയുള്ളൂ. അദ്ദേഹമാട്ടെ ആ രംഗം കണ്ട് ആനന്ദ കണ്ണീരൊഴുക്കി നിൽക്കും. ഒരിക്കൽ ഒരു വാർത്തയെത്തി, ഗണപതി സ്വാമി അന്തരിച്ചു. ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം ആ കളരിമുറ്റത്ത് അമ്മ ഇരിക്കുകയായിരുന്നു. ഒരു കാക്ക വന്ന് അമ്മയുടെ തോളിലിരുന്നു. നല്ല ഇണക്കം കാണിക്കുന്ന ഒരു കാക്ക. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ മൂക്കുത്തിയിൽ അത് മെല്ലെ കൊത്തും. അമ്മയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കും. മറ്റു മക്കൾ അടുത്തു ചെന്നിട്ടും അതിന് ഭയം തെല്ലുമില്ല, പറന്നകന്നുമില്ല. കുറേ നേരം അങ്ങനെ ഇരുന്ന ശേഷം ആ കാക്ക പറന്നുയർന്ന് തെങ്ങിൻ മുകളിൽ ഇരിപ്പായി. ബ്രഹ്മചാരി ശ്രീമോൻ അമ്മയുടെ അടുത്ത് ചെന്ന് ഈ കാക്കയുടെ ഇണക്കത്തെപ്പറ്റി തിരക്കി. അമ്മ അരുളി, അത് ഗണപതി സ്വാമിയാ മോനെ. അദ്ദേഹത്തിന് അമ്മയുടെ മുത്തുകുത്തി വലിയ ഇഷ്ടമായിരുന്നു. നമഃശിവായ. ഗീത പാടുന്നു. ജന്മകർമ്മജമേ ദിവ്യം. അവതാരത്തിൻ്റെ കർമ്മവും മറ്റ് ലീലകളും ദിവ്യമാണ്. സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുക ദുഷ്കരവും.